എനിക്ക് എന്റെ ലൈഫ് സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഓടി നടക്കുന്ന ഒരാളാ. അപ്പൊ എനിക്ക് ഇതുപോലെ ബിഗ്രി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്. അതിന് അപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വരെ എന്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാം എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എന്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്റെ മക്കളുടെ കാര്യം, എന്റെ അച്ഛന്റെ കാര്യം, എന്റെ അമ്മയുടെ കാര്യം കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എന്റെ ഫാമിലിക്ക് അറിയാം. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. 100% ഞാൻ യോജിക്കുന്നു. എന്റെ കൂടെ എന്റെ കഴുത്തെ താലി കെട്ടിയ എന്റെ കെട്ടിയവനും എന്റെ ഫാമിലി, അതായത് എന്റെ മക്കൾ, എന്റെ അച്ഛനമ്മ, ഇവർക്കറിയാം ഞാൻ എന്താണ് ഏതാണെന്ന്. എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ അഴിഞ്ഞാട്ടക്കാരിയാണെന്നോ എനിക്ക് ഇവരെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്കിപ്പോൾ ലൈഫിന്റെ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. അത് ശരിയാ. ബാക്കി മറ്റു പലരെയും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിമിഷ ബിജോയാണ് തൊട്ടു മുൻപേ പറഞ്ഞത്. എന്റെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പിന്നെ നാണക്കെടുത്തി. നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, നിമിഷ തെറിവിളി കേൾക്കുന്നു. എന്നിട്ട് നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറെ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? അതല്ല ഉദ്ദേശം. നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. ചോദിച്ചത് പിന്നെ നീ എന്തുണ്ടാക്കിയെന്നാ ഈ പറയണത്? നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. ദേഷ്യം ഞാൻ മോന്തെ അടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി ഈ പിടിച്ചോണ്ടല്ലോ ചേട്ടൻ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവരെന്റെ ഭാഗത്തുനിന്ന് കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.